സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള മാരത്തോൺ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. HSA സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാനെടുത്തേക്കുന്നത്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചേ? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചിട്ടായിരുന്നു പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? ചാണക്യനെക്കുറിച്ച് പഠിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മൗര്യ സാമ്രാജ്യത്തിൽ എന്താണ് മൗര്യ സാമ്രാജ്യമെന്നും മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ചുമാണ് പഠിച്ചു പോയിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം 100% സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. സിലബസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുത്തു പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാണക്യനെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചാണക്യനെക്കുറിച്ച് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ചാണക്യൻ, എന്തൊക്കെയാണ് ചാണക്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അപ്പോൾ മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ആരാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലേ. ആരാണ് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ട് വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ എന്ന് പറയും. ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. ഈ ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തിയാണ് കൗടില്യൻ എന്ന് പറയുന്നത്. ആരാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ് നമ്മൾ പറഞ്ഞല്ലേ. ഈ ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി സഹായിച്ച വ്യക്തിയാണ് കൗടില്യൻ. അപ്പോൾ ഈ കൗടില്യനെ തന്നെയാണ് എന്തെന്നും വിളിക്കുന്നത്? ചാണക്യൻ എന്നും വിളിക്കുന്നത്. എന്താണ്? കൗടില്യനെ തന്നെയാണ് നമ്മൾ ചാണക്യൻ എന്ന് വിളിക്കുന്നത്. കൗടില്യൻ, ചാണക്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണ് ആര്? വിഷ്ണുഗുപ്തൻ. അപ്പോൾ ഈ ചാണക്യൻ്റെ മറ്റൊരു പേര് കൂടിയാണ് ഏത്? വിഷ്ണുഗുപ്തൻ. എന്താണ്? വിഷ്ണുഗുപ്തൻ. അപ്പോൾ ഈ ചാണക്യനെ വിളിക്കുന്ന പേരുകളാണ് ഏത്? വിഷ്ണുഗുപ്തൻ എന്ന് പറഞ്ഞാലും എന്താണ്, കൗടില്യൻ എന്ന് പറഞ്ഞാലും ഒക്കെ ആര് തന്നെയാണ്? ചാണക്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ മൗര്യ സാമ്രാജ്യ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ചാണക്യൻ. ചാണക്യനെ കൗടില്യൻ അല്ലെങ്കിൽ എന്താണ്, വിഷ്ണുഗുപ്തൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൗടില്യൻ, ചാണക്യൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? വിഷ്ണുഗുപ്തനാണ്. ഈ ചാണക്യൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതി ഉണ്ടല്ലോ, ഏതാ അത്? അർത്ഥശാസ്ത്രം. വളരെ പ്രശസ്തമാണല്ലേ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൗടില്യൻ തന്നെയാണ് എന്തെന്നും വിളിക്കുന്നത്? ചാണക്യൻ എന്നും വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. കൗടില്യൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൗടില്യൻ്റെ പ്രധാന കൃതി അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ്റെ പ്രധാന കൃതിയെന്നോ ചാണക്യൻ്റെ പ്രധാന കൃതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അർത്ഥശാസ്ത്രം തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഈ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തം, അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തം ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് സപ്താംഗ സിദ്ധാന്തമാണ്. എന്താണ്? സപ്താംഗ സിദ്ധാന്തം. അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തം അത് സപ്താംഗ സിദ്ധാന്തമാണ്. എന്താണ്? സപ്താംഗ സിദ്ധാന്തമാണ്. എന്താണ്? സപ്താംഗ സിദ്ധാന്തമാണെന്ന് കൂടി ഓർക്കുക. സപ്താംഗ സിദ്ധാന്തം. അപ്പോൾ എന്താണ്? മൗര്യ സാമ്രാജ്യത്തിൽ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തം സപ്താംഗ സിദ്ധാന്തമാണ്. ഇനി അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആർ ശ്യാമശാസ്ത്രിയാണ് കേട്ടോ. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ്? ആർ ശ്യാമശാസ്ത്രിയാണെന്ന് കൂടി ഓർക്കുക. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആർ ശ്യാമശാസ്ത്രിയാണ്. ഇനി മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതി എന്താണ്? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതി ചോദിക്കുകയാണെങ്കിൽ ഏതാ? പരിശിഷ്ട പർവാനയാണ് കേട്ടോ. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതി പരിശിഷ്ട പർവാനയാണ്. ജൈന സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതിയാണ് പരിശിഷ്ട പർവാന എന്ന് പറയുന്നത്. പരിശിഷ്ട പർവാനയുടെ കർത്താവ് ഹേമചന്ദ്രനാണ്. പരിശിഷ്ട പർവാനയുടെ കർത്താവ് ആരാണ്? ഹേമചന്ദ്രൻ. പരിശിഷ്ട പർവാനയുടെ പ്രതിപാദിക്കുന്ന വിഷയം ചാണക്യൻ്റെ ജീവചരിത്രമാണ്.
പരിഷ്ഠ പർവാനയുടെ പ്രതിപാദിക്കുന്ന വിഷയം ചാണക്യൻ്റെ ജീവചരിത്രമാണ്. അപ്പം മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതി പരിഷ്ഠ പർവാനയാണ്. പരിഷ്ഠ പർവാനയുടെ കർത്താവ് ഹേമചന്ദ്രനാണ്. പരിഷ്ഠ പർവാനയുടെ പ്രതിപാദിക്കുന്ന വിഷയം ചാണക്യൻ്റെ ജീവിതമാണ്. ആരുടെ ജീവിതമാണ്? ചാണക്യൻ്റെ ജീവിതമാണ്. ഇന്ത്യൻ മാക്കവെല്ലി എന്നറിയപ്പെടുന്ന കൗട്ടില്യനാണ് കേട്ടോ. ഇന്ത്യൻ മാക്കവെല്ലി എന്നറിയപ്പെടുന്ന കൗട്ടില്യൻ അല്ലെങ്കിൽ നമ്മുടെ ചാണക്യൻ അല്ലെങ്കിൽ എന്താണ് വിഷ്ണുഗുപ്തനാണ് ഇന്ത്യൻ മാക്കവെല്ലി എന്നറിയപ്പെടുന്ന വ്യക്തി. കൗട്ടില്യനെ ഇന്ത്യൻ മാക്കവെല്ലി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. കൗട്ടില്യനെ ഇന്ത്യൻ മാക്കവെല്ലി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ചാണക്യ എന്ന തൂലിക നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ചാണക്യ എന്ന തൂലിക നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതി പരിശിഷ്ട പർവാനയാണ്. പരിശിഷ്ട പർവാനയുടെ കർത്താവ് ഹേമചന്ദ്രനാണ്. പരിശിഷ്ട പർവാനയുടെ പ്രതിപാദിക്കുന്ന വിഷയം ചാണക്യൻ്റെ ജീവചരിത്രമാണ്. എന്താണ്? ചാണക്യൻ്റെ ജീവചരിത്രമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മാക്കവെല്ലി എന്നറിയപ്പെടുന്ന കൗട്ടില്യനാണ്. കൗട്ടില്യനെ ഇന്ത്യൻ മാക്കവെല്ലി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. മാണിക്യ എന്ന തൂലിക നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്? ചാണക്യനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്. മൗര്യ രാജവംശം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച വ്യക്തി ആരാണ്? കൗട്ടില്യനാണ്. കൗട്ടില്യനെ ചാണക്യൻ എന്നും അതുപോലെ തന്നെ വിഷ്ണുഗുപ്തൻ എന്നറിയപ്പെടുന്നു. കൗട്ടില്യൻ്റെ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ്റെ അല്ലെങ്കിൽ ചാണക്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണ്? അർത്ഥശാസ്ത്രമാണ്. അതുപോലെ തന്നെ അർത്ഥശാസ്ത്ര പ്രതിപാദിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആർ ശ്യാമശാസ്ത്രിയാണ്. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജൈനകൃതി പരിശിഷ്ട പർവാനയാണ്. പരിശിഷ്ട പർവാനയുടെ കർത്താവ് ഹേമചന്ദ്രനാണ്. പരിശിഷ്ട പർവാനയുടെ പ്രതിപാദിക്കുന്ന വിഷയം ചാണക്യൻ്റെ ജീവചരിത്രമാണ്. അതുപോലെ ഇന്ത്യൻ മാക്കവെല്ലി എന്നറിയപ്പെടുന്നത് കൗട്ടില്യനാണ്. കൗട്ടില്യനെ ഇന്ത്യൻ മാക്കവെല്ലി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചാണക്യ എന്ന തൂലിക നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയതും ജവഹർലാൽ നെഹ്റു തന്നെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു വ്യക്തിയെക്കുറിച്ച് നോക്കാം, ബിന്ദുസാരൻ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തിനെക്കുറിച്ച് നോക്കിപ്പോകാം? ബിന്ദുസാരനെ കുറിച്ച് നോക്കിപ്പോകാം. ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്ന മൗര്യ രാജാവ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അദ്ദേഹം കഴിഞ്ഞിട്ട് പിന്നീട് വന്ന രാജാവാണ് ആര്? ബിന്ദുസാരൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അമിത്രഘാതകൻ എന്നറിയപ്പെടുന്നത് ബിന്ദുസാരൻ തന്നെയാണ്. അമിത്രഘാതകൻ എന്നറിയപ്പെടുന്നതും ബിന്ദുസാരനാണെന്ന് ഓർക്കുക. ബിന്ദുസാരൻ്റെ യഥാർത്ഥ പേര് സിംഹസേന എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സിംഹസേന. എന്താണ്? സിംഹസേന എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വരുന്നത് കേട്ടോ. ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസിഡറാണ് ഡയമാക്കോസ്. ഡയമാക്കോസ് ആണ് ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസിഡർ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്ന മൗര്യ രാജാവ് ബിന്ദുസാരനാണ്. അതുപോലെ തന്നെ അമൃതഘാതകൻ എന്നറിയപ്പെടുന്നത് ബിന്ദുസാരനാണ്. ബിന്ദുസാരൻ്റെ യഥാർത്ഥ പേര് സിംഹസേന എന്നാണ്. ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിൽ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു ആര്? ഡയമാക്കോസ് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചാണക്യനെക്കുറിച്ചും ബിന്ദുസാരനെക്കുറിച്ചുമാണ് നോക്കിപ്പോയത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. HSS സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്